ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായ സീരിയലിലെ പുതിയ എപ്പിസോഡിലെ അവിടെ പൂജ നടക്കുകയാണെ തിരുമേനി പറയും, ഇനി മഹാലക്ഷ്മി വിളക്ക് എടുത്തോണ്ട് വരുമോ? അപ്പൊ മുത്തശ്ശി പറയും, മോളെ അത് എടുത്തോണ്ട് വാ. അപ്പൊ ഭൂമിയാണത് എടുക്കാൻ പോകുന്നത്. അത് ഭവാനിക്കും ഭവാനിയുടെ മകൾക്കും ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ. അങ്ങനെ ഭൂമി വിളക്കായിട്ട് വരുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. തിരുമേനി പറയും, ഇത് 3 തവണ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുടുംബത്തില് ഐശ്വര്യവും വരും. ഈ വിളക്ക് കൈയേറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ആരതി ഒഴിഞ്ഞ് മുഴുവനാക്കണം. അല്ലാത്ത പക്ഷം കുടുംബത്തിന് നാശം സംഭവിക്കാം. അത് കേൾക്കുമ്പോ അവര് രണ്ടുപേരും എണീറ്റ് നിന്ന് ആരതി ഒഴിയാട്ടോ. ഈ സമയം ഭവാനിയോട് മകള് പറയും, എനിക്ക് അജയായിട്ട് വിളക്ക് ആരതി ഒഴിയണം. നീ മുത്തശ്ശിയോട് പറ. ചെല്ലേ. അങ്ങനെ മുത്തശ്ശി, ഞാനും അജയും ആരതി ഒഴിയട്ടെ. അത് കേൾക്കുമ്പോ തന്നെ അജയ് അങ്ങ് ഞെട്ടിപ്പോവും. മുത്തശ്ശി പറയും, അല്ല അതിന് സാധ്യതയുണ്ടോന്ന് അറിയില്ലല്ലോ മോളെ. അജയ് പറയും, അല്ല വിവാഹിതര് ചേർന്ന് നടത്തുന്ന ചടങ്ങല്ലേ, അങ്ങനെ വരുമ്പോ ഇത് വേണ്ട. അപ്പോ അജയുടെ അമ്മ പറയും, പൂജാരി പറയട്ടെ. ഒത്തുചേരാൻ പോകുന്നവർ മഹാലക്ഷ്മി ഒരുമിച്ച് ആരതി ഒഴിയുന്നതിലെ തെറ്റൊന്നുമില്ല. വിവാഹത്തിന് ശേഷം വേണ്ടതാണല്ലോ. അജയ്ക്ക് ഇത് കേൾക്കുമ്പോ തന്നെ, അല്ല മുത്തശ്ശി, എനിക്കിതിൽ താല്പര്യമില്ല. ആവശ്യമില്ലാത്ത ആചാരങ്ങൾ വേണോ? ഇത് കേൾക്കുമ്പോ ഭവാനി അങ്ങ് ഞെട്ടിപ്പോകും. അപ്പം വല്യച്ഛൻ പറയും, അജയ് എല്ലാരും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അല്ല വല്യമ്മാവ്, അത് വീട് ആ വിളക്കെടുത്ത് ഒഴിയേ, താലികെട്ടല്ലോ. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ അജയ് അഞ്ജനയോടൊപ്പം ആരതി ഒഴിയാൻ തുടങ്ങാം. അങ്ങനെ ആരതി ഒഴിയുമ്പോ ഭൂമി അടുത്തുണ്ട് കേട്ടോ. പെട്ടെന്ന് അഞ്ജനയുടെ ഫോണിലേക്ക് റോയുടെ കോള് വരണേ. ഈ പേര് കാണുന്നതും ആ വിളക്ക് കയ്യിൽ നിന്ന് വിളക്ക് താഴെ വീഴാൻ പോകുമ്പോഴേക്കും ഭൂമി വന്നിട്ട് ആ വിളക്ക് പിടിക്കാട്ടോ. ആരതി ഒഴിയാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകൂട്ടോ. ഭവാനിക്കൊന്നും ഒട്ടും ഇഷ്ടമായിട്ടില്ല. അഞ്ജനയ്ക്ക് ഇത് കാണുമ്പോൾ കലിയാ വരുന്നത്. എന്നാ അജയ് ഒന്നും പറയുന്നില്ല. പിടിച്ചല്ലോ എന്തായാലും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭൂമിയും അജയും കൂടെ തന്നെയാണ് ആ ആരതി ഒഴിഞ്ഞ് മുഴുവനാക്കുന്നത്. അത് കഴിയുമ്പോൾ മുത്തശ്ശി മനസ്സുരുക്കി പ്രാർത്ഥിക്കും കേട്ടോ. ഈ സമയം ഭൂമി അറിയും, സോറി. ഭവാനിക്കും, എന്ത് സോറി? എന്താണ് നീ കാണിച്ചത്? പലഹാര കച്ചവടക്കാരി, നീ വീട്ടിൽ പൂജയ്ക്ക് കയറിയത് തന്നെ ആക്ഷേപം. ഇതെന്താ നീ ജീവിക്കുന്ന തെരുവാണെന്ന് കരുതിയോ? ഇത് കേൾക്കുമ്പോ അവിടെ എല്ലാം ഒന്ന് സൈലന്റ് ആവാട്ടോ. അജയുടെ അമ്മ ചോദിക്കും, മഹാലക്ഷ്മി പൂജ കൊണ്ട് ഫലം ഇല്ലാണ്ടായോ? തിരുമേനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അഞ്ജന ഇവള് വന്നപ്പോ എന്നെ തെറി പറഞ്ഞു. പിന്നെ അജയ്യുടെ നേരെ തട്ടിക്കേറി. കൾച്ചറസ് ഫെലോ. മുത്തശ്ശിക്കും, പൂജാരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പൂജാരി പറയും, ഇല്ലമ്മേ. ആ വിളക്ക് താഴെ വീണിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് നാശം സംഭവിച്ചേനെ. വീടിന്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ ഈ കുട്ടിയുടെ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞു. ദേവി അവതരിച്ചതാണെന്ന് കൂട്ടിക്കോളൂ. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷമാകും, ആ ഭവാനിക്കും മകൾക്കും ഒഴിച്ച്. അങ്ങനെ സത്യനാഥ് പറയും, താങ്ക് യു ഭൂമി. അറിയാതെയാ ഇവർ നിന്നെ ശകാരിച്ചത്. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ല. ഭൂമി പറയും, ഇല്ല അത് സാരമില്ല സർ. ഇവർ പറഞ്ഞത് ശരിയല്ലേ. എനിക്ക് ഈ വീട്ടിൽ എന്താ അധികാരം ഉള്ളത്? ഞാൻ പലഹാര കച്ചവടക്കാരിയല്ലേ എന്നിങ്ങനെ കരഞ്ഞോണ്ട് പറയുമ്പോ അത് അവർക്ക് വേദനയാവുന്നുണ്ട്. മുത്തശ്ശി പറയും, ഞാൻ മോളെ അങ്ങനെ കരുതിയിട്ടില്ല. ഈ മുത്തശ്ശി അങ്ങനെ കരുതോ? ഇത് കേൾക്കുമ്പോ ഭൂമി ഫസ്റ്റ് ആയിട്ട് മുത്തശ്ശിയെ കണ്ട, അതായത് പൂജയുടെ അന്ന് ആ അമ്പലത്തിൽ പ്രസാദം കൊണ്ടു കൊടുക്കാൻ പോയല്ലോ, അന്നത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്റെ കൊച്ചുമോളാണെന്ന് പറഞ്ഞ കാര്യം മുത്തശ്ശി അങ്ങനെ പറയില്ല. മുത്തശ്ശി പറയും, എന്നാ എന്റെ മോളെല്ലാം അങ്ങ് ക്ഷമിച്ചേക്ക്. ശേഷം പറയും, എല്ലാവരും ഇടയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അജയുടെയും അഞ്ജനയുടെയും വിവാഹം നടക്കും. അതെന്നാണെന്ന് ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം പറയാം. ഇത് കേൾക്കുമ്പോൾ ഭവാനിക്കും അഞ്ജനയ്ക്കും വലിയ സന്തോഷമാവും. ഭൂമിക്ക് നല്ല സന്തോഷം തന്നെയാ. എന്നാ അജയുടെ മുഖത്ത് ആകെ ഒരു പേടിയും ടെൻഷനും നയനെ കുറിച്ച് ആലോചിച്ചിട്ട്. അങ്ങനെ ശേഷം അമ്മയും മോളുമായിട്ട് സംസാരിക്കാട്ടോ. അഞ്ജന പറയും, ഓപ്പറേഷൻ സക്സസ്. അപ്പൊ ഭവന് പറയുന്നോ, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ശത്രുക്കൾ ശക്തരാണ്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വെക്കണം. അഞ്ജന പറയും, അമ്മ ക്യാപ്റ്റൻ, ഞാൻ സോൾവ് ചെയ്യാം. അപ്പോഴായിരിക്കും സത്യൻ അങ്ങോട്ട് വരുന്നത്. മോളെ അഞ്ജന, വല്ലിച്ച. അങ്ങനെയൊക്കും, ആർ യു ഹാപ്പി? അഞ്ജന പറയും, വല്ലിച്ചൻ കൂടെ ഉണ്ടാവും. അപ്പൊ ഭവാനി അറിയും, വല്യച്ഛനല്ലോ കൂടെ വേണ്ടത്, ഇവളുടെ അച്ഛനല്ല. മറന്നു കാണില്ലല്ലോ, സാഗർദാസ്, അഞ്ജനയുടെ അച്ഛൻ. ഇവളുടെ വിവാഹമാണെന്ന് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശങ്കർ ആയിരിക്കും. എവിടെ ശങ്കർ? ഇല്ലാണ്ടാക്കിയില്ലേ? ഇത് കേൾക്കുന്ന സത്യദാസ് അവിടുന്ന് പോവാണ്. അഞ്ജനയ്ക്കും ഒരവസരവും അമ്മ പാഴാക്കില്ല അല്ലേ? അവസരം കാത്തിരിക്കുന്ന എനിക്ക് അത് പാഴാക്കാൻ കഴിയില്ലല്ലോ. അഞ്ജന പറയും, ഗുഡ്. എനിക്ക് ഞാൻ കച്ചവടക്കാരിയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ അഞ്ജന അവിടുന്ന് പോകും. ഭൂമി അവിടെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാട്ടോ, കൊണ്ടുപോകാനായിട്ട്. അപ്പോഴാണ് അഞ്ജന അങ്ങോട്ട് കയറി വരുന്നത്. ഹലോ. അഞ്ജന, നീ പേര് വിളിക്കാൻ തുടങ്ങിയോ? വലിയ വീട്ടിലെ മെമ്പേഴ്സിനെ റെസ്പെക്റ്റോടെ കൂടെ വേണം വിളിക്കാൻ. അഞ്ജന പറയും, ഹോ മേഡം എന്താ വിളിച്ചത്? അത് പറഞ്ഞ് ഫോൺ എടുത്ത് ബാഗിൽ വെച്ച് പോകാനായി റെഡി ആവുമ്പോ അഞ്ജന പറയും, ഇത്രയ്ക്ക് ഓവർ സ്മാർട്ട് ആവണ്ട, തറയിൽ നിന്നാ മതി. തറയാണെന്നറിയാം. അഞ്ജന പറയും, മേഡം ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ആ വിളക്ക് താഴെ പോകുന്നു കരുതിയാ ഞാൻ പിടിച്ചത്. സോ വാട്ട്? ഭൂമി അറിയും, അതെനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നാ എനിക്ക് തോന്നിയത്. അഞ്ജനയ്ക്കും, നീ ആരുടെ അത് ചെയ്യാൻ? നിന്നെ ആരെങ്കിലും അത് ചുമതലപ്പെടുത്തിയോ? അപ്പോ ഭൂമി അറിയും, ഹലോ മേഡം, എടി പൊടി ഒന്നും വിളിച്ച് സംസാരിക്കരുത്.
അഞ്ജന പറയും നീയൊക്കെ തെരുവ് സ്റ്റൈലല്ലേ, ആ നിലയിലാ നിന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഭൂമി പറയും ഞാൻ തെരുവാണെങ്കിലും അതിലും വലിയ തെരുവ് രീതിയിലാണ് നീ ഇപ്പൊ സംസാരിക്കുന്നത്. അഞ്ജനയ്ക്ക് നിനക്ക് ആഗ്രഹം ഉണ്ടോടി ഈ വീട്ടിൽ കടന്നുകൂടാൻ? മുത്തശ്ശിയെ നീ വശത്താക്കി, അടുത്ത ലക്ഷ്യം അജയ്. സൗഭാഗ്യപുരത്തിന്റെ സംസ്കാരം നിനക്കറിയോ? ഭൂമി പറയും സൗഭാഗ്യപുരത്തിന്റെ സംസ്കാരമൊക്കെ എനിക്കറിയാം, പക്ഷെ നിനക്കതില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അഞ്ജനയ്ക്കും അല്ല ഭൂമി IAS അല്ലല്ലോ, IPS അല്ലല്ലോ, ചായക്കടക്കാരിയല്ലേ. നാട്ടുകാർ കുടിച്ച ചായ ഗ്ലാസ് കഴുകൽ, പ്ലേറ്റ് കഴുകൽ, എച്ചില് വരുന്ന ആളല്ലേ. ഷെയിം. ആലോചിക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരിക. അത് കേൾക്കുമ്പോ ഭൂമി ചിരിക്കും, എന്നിട്ട് പറയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാ. എന്തിന്? ഭൂമി പറയും അല്ല കാരിങ് ആണോന്നറിയാൻ. ഡി അപ്പോ ഭൂമി പറയും അലറണ്ട, നീ പറഞ്ഞല്ലോ എന്റെ പണി ഷെയിംഫുൾ ആണെന്ന്. ഭൂമി പറയും ഞാൻ പറഞ്ഞുതരാം. ഐ റൺ മൈ കോഫി ഹൗസ് വിത്ത് ഡിഗ്നിറ്റി ഇൻ ദ പ്ലേറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് who eat from there. It part of my self respect, not shame. അഞ്ജന പറയും നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നീ എന്നോട് കാണിച്ചതൊക്കെ ഫാദർലെസ് പരിപാടിയാ. അത് കേൾക്കുമ്പോ ഭൂമിക്ക് അങ്ങ് ദേഷ്യം വരും. മലയാളത്തിൽ പറയും തന്തയില്ലാത്തവളെന്നല്ലേ. അപ്പൊ അഞ്ജനയ്ക്കും നിനക്കതുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ അവനൊരു ചെറ്റയായിരിക്കും. ഇത് പറയലും ആ സ്പോട്ടിൽ തന്നെ ഭൂമി അവളുടെ കാരണക്കുറ്റി നോക്കി പൊട്ടിക്കുക. ഇത് കണ്ടായിരിക്കും അജയ് അങ്ങോട്ട് വരുന്നത്. അജയ് ഞെട്ടിപ്പോവും. ദേ മാറിക്കേ എന്ന് പറഞ്ഞ അഞ്ജനേനെ മാറ്റിയിട്ടേക്കും വീട്ടിൽ കയറി തല്ലുന്നു. എന്നാ എന്നെ തല്ലടി തല്ലേ. അപ്പോ ഭൂമി പറയും തല്ലും സാറേ, എന്റെ അച്ഛനെ പറഞ്ഞ ഭൂമി ആരെയും തല്ലും. ഞാൻ തന്തയില്ലാത്തവളാണെന്നൊന്നും പറഞ്ഞു നോക്ക്, വധശിക്ഷ തന്നാലും ശരി, അതിന് മുന്നേ ഞാൻ തല്ലിയിരിക്കും. അത് പറഞ്ഞേ ഭൂമി അവിടെ നിന്ന് പോവാണ് ബാഗൊക്കെ എടുത്തിട്ട്. ഭൂമി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സങ്കടത്തിൽ പൊട്ടിക്കരയും. അജയ് ഈ സമയം ഇങ്ങനെ നോക്കിയതിനു ശേഷം അഞ്ജനയെ നോക്കുമ്പോ അഞ്ജന പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകും. അതിനുശേഷം പിന്നീട് അച്യുതം പതിയെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കട്ടോ. ഇത് ഭവാനി ഫോണിൽ ഇങ്ങനെ മുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാണുകയാണ് ഇവർ രണ്ടുപേരും പരസ്പരം കാണും. അച്യുതൻ പേടിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവാണ്. ഭവാനി വിചാരിക്കും അച്യുതൻ എന്തിനാ ഓടിപ്പോയത്, അവൻ അഭിരാമിയെ കൊന്നില്ലേ, എങ്കിൽ അവളെവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് അജയുടെ അച്ഛൻ ആരോട് ഫോണിൽ സംസാരിച്ചിട്ട് ക്യാഷൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കബോർഡിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ കെട്ടെടുക്കാട്ടോ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. അപ്പോഴും ഒരു കോൾ വരുന്നുണ്ട്. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാറ് തുറക്കണേ, പെട്ടെന്ന് കയ്യിൽ നിന്ന് കീ താഴെ വീഴും. ഈ കീ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ബുക്കിന്റെ ഇടയിലുണ്ടായിരുന്ന പൈസയും താഴെ വീണ് പോവാട്ടോ. ഇത് അങ്ങേര് കാണുന്നില്ല, എന്നാൽ ഇതെല്ലാം ഭൂമി കാണുന്നുണ്ട്. സർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അങ്ങേര് കാണാതെ അവിടുന്ന് പോകും. അപ്പോൾ ഭൂമി ഇങ്ങനെ ബാക്കിലേക്കൊക്കെ നോക്കും. ശേഷം ആ പൈസ പോയി എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ആ പൈസ എടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതാലോചിച്ച് ആ പൈസയെ നോക്കി ഇങ്ങനെ നിൽക്കാട്ടോ ഭൂമി അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് അജയുടെ അമ്മ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അഞ്ജന അപ്പച്ചീന്ന് വിളിച്ച് വരുമ്പോ ഇനി മുതൽ നീ എന്റെ മരുമകളാവാൻ പോവാ, അമ്മായിമ്മ പോരൊക്കെ പ്രതീക്ഷിക്കാം. അഞ്ജന പറയും അമ്മായിമ്മ ആവണ്ട, ഇവിടുത്തെ അപ്പച്ചി ആയാൽ മതി. എന്താ അമ്മായിമ്മ പോരിനെ കുറിച്ചൊരു സംസാരം എന്ന് വെച്ച് മുത്തശ്ശി അങ്ങോട്ട് വരും. ഒന്നുമില്ലമ്മേ. അങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും മുത്തശ്ശി എന്ന് വിളിച്ച് ഭൂമി അങ്ങോട്ട് വരുന്നത്. ഭൂമിയെ കാണുന്നതും അഞ്ജനയ്ക്ക് ദേഷ്യം വരും കേട്ടോ. എന്നാലും ഭൂമി കയറി വരും. മുത്തശ്ശിക്കും മോള ആഹാരം കഴിച്ചോ? കഴിക്കാം. എങ്കിൽ മോള അച്ഛനെ കൂട്ടി ആഹാരം കഴിക്കാൻ ചെല്ലേ. അപ്പോ ഭൂമി ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് പറയും ഇത് മദൻ സാറിന്റെ കയ്യിൽ നിന്ന് വീണതാ, കാറിൽ കയറിയപ്പോ സാറ് കാർ ഓടിച്ചു പോയി, നോട്ട് പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കൊടുക്കണേ. ഇവരാകെ ഞെട്ടിപ്പോകട്ടോ. അവര് പരസ്പരം നോക്കണേ. ശേഷം മുത്തശ്ശിയെ പൈസ വാങ്ങിക്കും. മോളെ നീ അല്ലാതെ ഇതൊരാളും ചെയ്യില്ല, എന്നും നല്ല കുട്ടിയായിട്ട് വളരണം. ശേഷം ആ കെട്ടുന്ന കുറച്ച് പൈസ എടുത്തിട്ട് ഇത് മോള് വെച്ചോ, മോളുടെ സത്യസന്ധതയ്ക്ക് ഈ മുത്തശ്ശിയുടെ ഒരു കൊച്ചു സമ്മാനം. അയ്യോ എനിക്ക് വേണ്ട മുത്തശ്ശി, അങ്ങനെ ചെയ്താ അത് കൈക്കൂലിയായി പോവും. ശരി മുത്തശ്ശി ഞാൻ അറിഞ്ഞ. ഇത് അജയുടെ അമ്മയ്ക്കും വലിയ സന്തോഷമായിട്ടുണ്ട്. എന്നാ അഞ്ജനയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഭൂമി അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അജയുടെ അമ്മ പറയും എന്ത് നല്ല മോളാ ഇവള്. മുത്തശ്ശി പറയും ആദ്യമായി കണ്ട ദിവസം തന്നെ എനിക്ക് ഇഷ്ടമായി. അഞ്ജന പറയും അവൾ ഈ രൂപ കൊണ്ട് തന്നതുകൊണ്ടല്ലേ മുത്തശ്ശി ഇങ്ങനെ പറയണത്, ഈ ക്യാഷ് വീഴുന്നത് പലരും കണ്ടു, അതുകൊണ്ടാ എടുത്തുകൊണ്ട് വന്ന് തന്നത്, അല്ലെങ്കിൽ അടിച്ചു മാറ്റി കൊണ്ടുപോയനെ. അങ്ങനത്തെ വർഗ. അത് കേൾക്കുന്ന മുത്തശ്ശി പറയും എന്താടി പറഞ്ഞത്, നല്ലതിനെ നല്ലതെന്ന് പറയാൻ പഠിക്കണം കേട്ടോ. ദാരിദ്ര്യം മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുന്നൊന്നുമല്ല, ദരിദ്രരെല്ലാവരും മോശപ്പെട്ടവരും അല്ല. ഭൂമി ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് അവളുടെ കുറ്റം കൊണ്ടാണോ? നീ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് നിന്റെ നന്മ കൊണ്ടാണോ? ഭഗവാന് നിരക്കാത്ത വർത്താനൊന്നും മേലാ പറഞ്ഞേക്കരുത്. സോറി മുത്തശ്ശി എന്ന് പറഞ്ഞ അഞ്ജന അവിടുന്ന് പോകും. അമ്മ ഭക്ഷണം കഴിക്കാൻ വാ. മുത്തശ്ശി അറിയും വരാം, നീ മാധവനെ വിളിച്ച് പൈസ കിട്ടിയ കാര്യം പറ. അങ്ങനെ അജയുടെ അമ്മ ആ പൈസ വാങ്ങിച്ച് അവിടുന്ന് പോവാ. പിന്നീട് കാണിക്കുന്നത് അച്യുതൻ വീട്ടിലെത്തിയിരിക്കട്ടോ. ഭൂമിയുടെ അമ്മ ചോദിക്കും പായസം കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായി. അപ്പോൾ അച്യുതൻ പറയും അവിടെ ഒരു മുത്തശ്ശിയുണ്ട്, ഭൂമിയുടെ മുത്തശ്ശി, പൂജ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെന്നത്, ഇനി പൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നല്ല സ്നേഹം. ഭൂമിയുടെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമായി. അവള് നമ്മുടെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു. ആ ഭാഗ്യം കൈവിട്ട് പോകും അംബികയ്ക്കും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അച്യുതേട്ടന്. എന്താ ഈയിടെയായിട്ട് ഇങ്ങനെ ഒരു തോന്നല്, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ അച്യുതേട്ടനോട്?
അപ്പൊ അച്യുതൻ പറയും ഇല്ല, എന്നാ പിന്നെ അത് മനസ്സിന്ന് കളാ, വന്നേ ചായ എടുത്തരാം എന്ന് പറഞ്ഞിട്ട് അംബിക അവിടെ നിന്ന് പോവാം. അച്യുതൻ വിചാരിക്കും എന്താ എന്റെ മോള് വഹിക്കുന്നത്, ഭവാനി മാഡം തിരിച്ചറിഞ്ഞു കാണോ, ഞാൻ എന്റെ മോൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പൊ ഉണ്ടാവും ഭൂമി അങ്ങോട്ട് വരുന്നേ. അത് കാണുമ്പോഴാ അച്യുതന്റെ മുഖത്തൊരു സന്തോഷം വരുന്നേ. അച്ഛനെ ഞാൻ എവിടെയെല്ലാം നോക്കി, എന്താ എന്നെ കാണാതെ പോകുന്നത്, അത് പിന്നെ അവിടെ വലിയ വലിയ ആൾക്കാർ നിൽക്കുമ്പോ ഞാൻ അവിടെ ഒന്നും ശരിയാവില്ല മോളെ. ഭൂമിക്കും ആര്യ വലിയ ആള്, അച്ഛനേക്കാളും വലിയ ആള് ആരാണ്, എന്റെ അച്ഛനാ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആള്, പിന്നെ ആ വീട്ടിലെ എല്ലാവരും നല്ലവരാ, മുത്തശ്ശിയാണ് സൂപ്പർ, എനിക്ക് ഒരു മുത്തശ്ശിയെ വേണം. അച്യുതന് ആകെ പേടിക്കും, ഞാൻ എവിടെ പോവാനാ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ മുത്തശ്ശിമാരെ വേണ്ടാത്ത ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, അവരെ എക്സ്ചേഞ്ച് മേളയില് മുത്തശ്ശിമാരെ വിൽക്കുന്ന കേൾക്കുന്നത്, നമുക്കൊരാളെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. ഭൂമി ചിരിക്കുമ്പോ അച്യുതനും കൂടെ ചിരിക്കുക. ഈ കൂട്ടുകുടുംബങ്ങളിൽ വളരുന്നൊക്കെ എന്തൊരു ഭാഗ്യം. മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, അമ്മ കുട്ടികള്, ഓ സൗഭാഗ്യപുരത്തെ പോലെ ഒന്ന് വീണുപോയാ താങ്ങി നിർത്താൻ ഒത്തിരി ആളുകൾ. ഇത് കേൾക്കുമോ അച്യുതന് ആകെ ഒരു ഭയം തോന്നണേ. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്.